ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിലേ അത്ര ക്യാഷ് മുടക്കി കളി കാണാനില്ല. ഈ തീരുമാനത്തിലേക്ക് ആരാധകർ പോയിരിക്കുന്നു. മെക്സിക്കോയും പോർച്ചുഗലും തമ്മിലുള്ള സൗഹൃദ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് 28-നാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 29-ന് പുലർച്ചെ 6:30-നാണ് ആ ഒരു കളി നടക്കുക. അപ്പോൾ ഈ മത്സരത്തിനുള്ള ടിക്കറ്റിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വിൽപ്പനയിൽ, അതിൻ്റെ വിലയിൽ വൻ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മെക്സിക്കോയിൽ നിന്ന് പുറത്തു വരുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആബ്സെൻസ് കാരണം ടിക്കറ്റ് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അത് റീസെയിൽ മാർക്കറ്റിലെ പ്രൈസിൻ്റെ വ്യതിയാനമാണ്, സെക്കൻഡറി മാർക്കറ്റിലെ പ്രൈസിൻ്റെ വ്യതിയാനമാണിത്. അതായത് ഇന്നലെ രാവിലെ ഒരു ടിക്കറ്റിന് വില വന്നിരുന്നത് 4000 മുതൽ 5000 വരെ ആയിരുന്നെങ്കിൽ, 4000 മുതൽ 5000 വരെ പെസോസ് ആയിരുന്നെങ്കിൽ, അത് മാറി വൈകുന്നേരമാകുമ്പോഴേക്കും പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് 2000 പെസോസായി കുറഞ്ഞു. എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോ ഇല്ല എന്ന് ഉറപ്പായതോടുകൂടി അതിൻ്റെ ഡിമാൻഡ് വല്ലാതെ ഡിപ്പായി എന്നർത്ഥം. ക്രിസ്ത്യാനോക്ക് പരിക്കാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഈ മത്സരങ്ങൾ കളിക്കാത്തത്. മെക്സിക്കോക്കെതിരെയും USA-ക്കെതിരെയും കളിക്കാൻ ക്രിസ്ത്യാനോ ഉണ്ടാവില്ല. അതേസമയം CR7 ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ സൂപ്പർ താരം ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പ്രതികരിക്കുന്നുണ്ട്. എനിക്കറിയാം, ആരാധകർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാൻ വേണ്ടി. അതിൽ എന്താ സംശയം? ഞങ്ങളുടെ ടീമിലെ എന്നല്ല, ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാറല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആരാധകർക്ക് താല്പര്യമുണ്ടാകും. എന്നാൽ അദ്ദേഹത്തെ അവർക്ക് നേരിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, 2 ഗ്രേറ്റ് മാച്ചസ് ആയിരിക്കും. 2 മികച്ച ടീമുകൾക്കെതിരെ ഞങ്ങൾ കളിക്കുന്ന 2 ഗ്രേറ്റ് മാച്ചസ് ആയിരിക്കും ആരാധകർക്ക് ഞങ്ങൾ നൽകുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ പരിക്കേറ്റ് മത്സരങ്ങൾ മിസ് ചെയ്യുന്ന ആളല്ല. ഇത്തവണ വേൾഡ് കപ്പിന് മുമ്പ് പരിക്ക് പറ്റി എങ്കിൽ പോലും അതൊരു മൈനർ മസിൽ ഇഞ്ചുറിയാണ്. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി തിരികെ വരുമെന്നാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്.